ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് പ്ലേസ് ആയിട്ടുള്ള സരോജിനി മാർക്കറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ കാണാം. ഡൽഹിയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സും ആക്സസറീസും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടുമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ മെട്രോ വഴിയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ഡൽഹി മെട്രോയുടെ പിങ്ക് ലൈനാണ് ഉപയോഗിക്കേണ്ടത്. അതുവഴിയാണ് ഇവിടുത്തെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഇവിടെ ക്രൗഡ് ഇപ്പോൾ അത്യാവശ്യം കുറവുണ്ട്. ഇപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത സമയമാണ് ഞങ്ങൾ വന്നപ്പം. കണ്ടിട്ട് പുറത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ ഒരുപാടുള്ളതെന്ന് തോന്നുന്നത്. നമ്മൾ നേരത്തെ തന്നെ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ല. ഇവിടെ എല്ലായിടത്തും നമുക്ക് ഇതേപോലുള്ള ഡോഗ്സിനെ കാണാൻ പറ്റും. പോയ പുള്ളിക്കാരൻ നമ്മളെ ഐഫോണിൻ്റെ ഒറിജിനൽ സാധനം മേടിച്ച് തരാന്ന് പറഞ്ഞു. ഐഫോണിൻ്റെ ഒറിജിനൽ എയർപോർട്സ് എന്നുള്ളതാണ്. അവിടെ ഉഡായിപ്പുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു സർബത്തും നാരങ്ങ ജ്യൂസും ഒക്കെ വെക്കുന്നൊരു കടയുണ്ട്. കേസ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കൂടുതലും വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും. മലയാളികളൊക്കെ ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബായിയെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ നമ്മളെ ബെൽറ്റൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബെൽറ്റ് എങ്ങനെയുണ്ടെന്ന് പുള്ളിക്കാരൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മുടെ ലൈറ്ററൊക്കെ വെച്ച് നമ്മൾ തീയൊക്കെ വെച്ച് നോക്കുവാണ്, ഇത് കത്തുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ നമ്മളവിടെ നൈസായിട്ട് ഇങ്ങോട്ട് വലിഞ്ഞിങ്ങോട്ട് മാറി. ഇവിടെ ഒരു കൊച്ചിറക്കം ഇപ്പോൾ ഉണ്ട്. അവൻ്റെ കയ്യിൽ എയർപോർട്ടൊക്കെ ഉണ്ട്. നമ്മളത്തെ എയർപോർട്ടൊക്കെ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ സാധനമൊക്കെ മേടിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഗേൾസിൻ്റെ ഡ്രസ്സാണ് ഇവിടെ കൂടുതലായിട്ട് അവർ മേടിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അകത്തോട്ട് കയറി നോക്കാം. ഇതിന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകാനുണ്ട് ഇനിയും. ആ സൈഡിലൊക്കെ 200 രൂപയുടെ കോട്ടൊക്കെ കിടപ്പുണ്ട്. ഇവിടെ മെൻസിൻ്റെ കോട്ടൊക്കെ കിടപ്പുണ്ട്. കണ്ടിട്ട് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്നുള്ളതിന്. ഇത് ഇവിടുത്തെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ നല്ല കമ്മൽ, മാല, വള അതേപോലുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് ഇവർ വിൽക്കാൻ വെച്ചേക്കാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ വളരെ വിലക്കുറവിൽ നമുക്കിവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചപ്പൽസൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നല്ല നല്ല ജീൻസൊക്കെ ഇവിടെ കാണാൻ പറ്റും. പുള്ളിക്കാരൻ അത്യാവശ്യം വിലക്കുറച്ചൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ ടോപ്പ് അതേപോലെ 250 രൂപയുടെ ലേഡീസിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം ഇനി എന്തൊക്കെയാണെന്നുള്ളതിന്. ഇവിടെ കുറച്ച് ക്യാപ്പ്, കണ്ണാടി അതേപോലുള്ള ഐറ്റമൊക്കെ കാണാൻ പറ്റും. എല്ലാ ഐറ്റവും ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ്ഷീറ്റാണ് തോന്നുന്നു. ബെഡ്ഷീറ്റ്, സോക്സ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേസ്. ഇന്ന് അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നല്ല തിരക്കോട് അനുഭവപ്പെടുന്നു. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതല്ലേ. അവിടെ ചായയുടെ നല്ല അടിപൊളി കപ്പും കാര്യങ്ങളൊക്കെ. അകത്തോട്ട് കയറി വരുന്ന ജാക്കറ്റിന് വില കുറഞ്ഞു വരുന്നുണ്ട്. എല്ലായിടത്തും ഡ്രസ്സിൻ്റെ ഷോപ്പാണ് യൂസ്. എല്ലായിടത്തും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വിലക്കുറവിന് ചീപ്പായിട്ട് ഡ്രസ്സൊക്കെ മേടിക്കാം. ഇനി നമുക്ക് ചിലവർക്കൊക്കെ പിടിക്കത്തുള്ളൂ. ലേഡീസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ തോനെയായിട്ട് ജാക്കറ്റാണ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ
ജാക്കറ്റാണ് തോന്നിയായിട്ട് ഇവിടെ ഉള്ളത്. സൈക്കിളൊക്കെ മുകളിൽ കയറ്റി വെച്ചോണ്ട് പോകുന്നു. എന്തിനാണ് നല്ല സ്മെല്ലുണ്ട് കേസ് ഇവിടെ. ഒരു പഴയകാല കച്ചവട കാലഘട്ടത്തെ ഇവിടെ നമുക്ക് കാണാം. ഒരു വിൻറ്റേജ് സ്റ്റൈൽ മാർക്കറ്റ്. ഡൽഹിയിലെ വൺ ഓഫ് ദ മെയിൻ മാർക്കറ്റുള്ള ഒന്നാണ് സരോജിനി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡ്രസ്സും കാര്യങ്ങളും അതിന് നല്ല രീതിയിൽ വില കുറച്ച് കൊടുക്കുന്ന ഒരു മാർക്കറ്റ്. വലിയ ഷോപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. വലിയ ഷോപ്പും ഇവിടെ ഉണ്ട്, ചെറിയ ഷോപ്പും ഉണ്ട്. പിന്നെ എല്ലാം നോക്കി എടുക്കാനായിട്ട് മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചില കടകളിലൊക്കെ നോ ബാർഗെയിനിങ്, ബാർഗെയിൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാർഗെയിനിങ്, നോ ബാർഗെയിനിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗീസ് ഇവിടുത്തെ സാധനങ്ങളുടെ വില കുറയും തോറും അതിൻ്റെ ക്വാളിറ്റിയും കുറയും. പിന്നെ കൂടുതലായിട്ട് ഇവിടെ വരുന്നത് യൂസ്ഡായിട്ടുള്ള ക്ലോത്ത്സാണ്. അപ്പം നിങ്ങളിവിടെ വരുവാണെങ്കിൽ നോക്കിയും കണ്ടുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കുക, അതെനിക്ക് പറയുള്ളൂ. നമ്മുടെ പുളിഞ്ചിക്ക ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് വിൽക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. സ്റ്റാർ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊന്നും ആരും അങ്ങനെ എടുത്ത് വെളിയിൽ കളയുന്ന സാധനമാണ് സ്റ്റാർ ഫ്രൂട്ട്. അതിവിടെ കട്ട് ചെയ്ത് വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ട്. നമ്മളെ കൂട്ടുകാരനൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി അവനെ കണ്ടുപിടിക്കാം, അതൊരു ടാസ്ക്കാണ്. നല്ല തണുപ്പുണ്ട് കേസ്, വെയിലടിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ നല്ല വർണ്ണശലഭമായ കമ്പിളി പുതപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സാധനങ്ങളൊക്കെ 150 രൂപയ്ക്ക് കിട്ടും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസിൻ്റെ തന്നെയൊക്കെ കാണത്തുള്ളൂ. ഷൂ ആയാലും കാര്യങ്ങളായാലും എല്ലാം ആ ഒരു പ്രൈസ് തന്നെ കാണത്തുള്ളൂ. ഇവിടെ നമ്മുടെ വലിയ വലിയ ലഗേജ് ബാഗൊക്കെ ഇരിപ്പുണ്ട് ഗീസ്. ഇവിടെ നല്ല വിലക്കുറവുണ്ട് ഗീസ്. ഈ സൈഡിലോട്ട് വന്നപ്പോൾ 30 രൂപയ്ക്ക് കമ്മൽ ഗീസ്. ഇവിടെ 200 രൂപയ്ക്ക് ജാക്കറ്റൊക്കെ ഉണ്ട് ഗീസ്. ഗീസ് പുള്ളിക്കാരൻ്റെ ഡ്രസ്സിങ് ഉണ്ടോ, പുള്ളിക്കാരൻ വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുവാണ്. തലയിലെന്തോ വള പോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് എന്തായാലും കൊള്ളാം ഗീസ്, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഒരുപാട് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ്റെ നീട്ടിയിട്ട്. ഗീസ് ഇവിടെ നല്ല ഷർട്ടും സ്വെറ്ററൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം വില കുറച്ചാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സ് അതേപോലുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം സേഫായിട്ട് വെക്കുക. നല്ല രീതിയിൽ കള്ളന്മാരുള്ളൊരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഫോണൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എപ്പോഴായമാർ വന്ന് അടിച്ചുകൊണ്ട് പോകണമെന്ന് അറിയത്തില്ല. ഗീസ് ഇവിടെ 100 രൂപയ്ക്ക് നല്ല കോട്ടൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ഐറ്റമാണ്. ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇതൊക്കെ. ഗീസ് ഇവിടെ 200 രൂപയ്ക്ക് നല്ല ജീൻസൊക്കെ കിടപ്പുണ്ട്. നല്ല പാവക്കുട്ടിയൊക്കെ ഉണ്ട്. ചെറിയ പാവക്കുട്ടി, കീച്ചേനായിട്ടൊക്കെ ഇടാൻ പറ്റിയ പാവക്കുട്ടി, ഫോണിൻ്റെ സ്റ്റാൻഡ്, അതുപോലെ കുറേ അൽക്കുലത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് സരോജിനി മാർക്കറ്റിൻ്റെ ദൂരെ നിന്നുള്ള വ്യൂ. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പോൾ. ഗീസ് ഇവിടെ നല്ല വളയൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേർ കണ്ണാടി അതേപോലുള്ള ഐറ്റംസ്. ഇവിടെ 300 രൂപയുടെ ജാക്കറ്റൊക്കെ കിടക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല ജാക്കറ്റാണ്. പിന്നെ താൽക്കാലിക യൂസിന് വേണ്ടിയൊക്കെ നമുക്ക് വേണേൽ മേടിക്കാം, കാരണം എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ബഡ്ജറ്റ് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും സരോജിനി മാർക്കറ്റ് ഡൽഹി വന്നാൽ വിസിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇവിടെ ഒരു ടവറിലായിട്ടൊരു പട്ടാളക്കാരെ ഇരിക്കുന്നതാണ്. ഇദ്ദേഹമാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. തിരക്ക് കൂടുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഡൽഹി വന്ന് നിങ്ങൾ ഉറപ്പായിട്ടും സരോജിനി മാർക്കറ്റ് വിസിറ്റ് ചെയ്യണം. സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.